നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ സെനി റോയ്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. 270 കലോറിയുള്ള ഹെൽത്തി ആൻഡ് ടേസ്റ്റി വെയിറ്റ് ലോസ് റെസിപ്പി. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായോ അല്ലെങ്കിൽ സ്നാക്കായോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് കഴിക്കുന്നത് മൂലം ദീർഘനേരം വിശപ്പ് തോന്നില്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യും, ബ്ലഡ് ഷുഗർ സ്റ്റേബിളായി നിൽക്കും, അങ്ങനെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും. ലോ കലോറി, ഫില്ലിംഗ്, ടേസ്റ്റിയായ ഈ വെയിറ്റ് ലോസ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഇത് 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തത്, ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, ഇത് പപ്പായയാണ്, പച്ച പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്തത്, 4 ടേബിൾ സ്പൂൺ പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികളെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി ഒരു സ്റ്റീമറിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി സ്റ്റീം ചെയ്തെടുക്കുക. വെജീസൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുക. അടുത്തതായി ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചക്കറികളൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാല കൂടെ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ അയമോദകം, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തത്, ചോപ്പ് ചെയ്തെടുത്ത മല്ലിയില. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറികളിൽ നല്ല വെള്ളമുണ്ട്. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാനിലേക്ക് ഇതെല്ലാം വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. 7 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറിച്ചിടുക. വീണ്ടും കുക്ക് ചെയ്യുക. അങ്ങനെ 2 സൈഡും നന്നായി മൊരിഞ്ഞു വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. 270 കലോറി മാത്രമേ ഉള്ളൂ. പ്രമേഹമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ ചെയ്യുക. ഈ ഒരു റെസിപ്പി എത്ര പേർ ഉണ്ടാക്കി നോക്കി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്